ഞാനിപ്പോഴും ഇവിടെ എല്ലാ കുടുംബങ്ങളെയും കണ്ടു. അവര് വളരെ വളരെ ദയനീയമായ രീതിയിലാണ് പറയുന്നത്. പിടിച്ചു വലിക്കുക, ഉരുട്ടുക, ചവിട്ടുക, സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറുക, അങ്ങനെ എല്ലാ ക്രൂരതകളും നടത്തിയിരിക്കുന്നതാണ്. നമ്മൾ പുറത്ത് കേട്ടതിനേക്കാളും കൂടുതൽ നടന്നു എന്നാണ് അവർ ഓരോരുത്തരും എന്നോട് തന്നെ പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുത്തങ്ങയുടെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നല്ല പ്രായമുള്ള എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1921 തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്ന ഈ കുറുമ്പൻ്റെ മക്കൾ, അവർ 3 ബാക്കിയുള്ളത്. അതിൽ ആ ഒരു മനുഷ്യനെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിച്ചു. അയാൾ മെഡിക്കൽ കോളേജിലാണ് ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് നേരെ അവരുടെ കയ്യെല്ലാം പിടിച്ച് തിരിച്ച് ആക്രമിച്ചു, വസ്ത്രം വലിച്ചു കീറി, അവസാനം ഒരു ഷാൾ മാത്രം എടുത്തിട്ടാണ് ആസ്പത്രിയിൽ പോയത്. എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലൊരു കടന്നാക്രമം. ഗവൺമെന്റ് മാറി 3ാമത്തെ ദിവസം UDFന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ആസൂത്രണം ചെയ്യേണ്ട കാര്യമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടുണ്ട്. ആ നിലപാട് ഇതുപോലുള്ള ജനങ്ങളെ കടന്നാക്രമിക്കരുത് എന്നാണ്. ആ നിലപാട് കോൺഗ്രസിനില്ല. അതാണ് അത് രൂപം മാറുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നയല്ലേ രൂപം മാറ്റുന്നത്. നയപരമായ രീതിയിലുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നയം മാറിയത്. പോലീസിന് 57 വരെ ജന്മിമാർക്ക് വേണ്ടി, ഗുണ്ടകൾക്ക് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിച്ച പോലീസല്ലേ. ആ പോലീസ് 57 ഗവൺമെന്റ് പറഞ്ഞു നിങ്ങളുടെ പണി ഇതല്ല, ക്രമസമാധാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് കൃഷിക്കാരൻ്റെയോ കർഷക തൊഴിലാളിയുടെയോ അല്ലെങ്കിൽ പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെയോ കുടിയുറപ്പുകാരൻ്റെയോ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്ന് പോലീസോട് പറഞ്ഞപ്പോഴാണ് അവരത് പിന്മാറിയത്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഉള്ളപ്പോഴും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. UDFന്റെ കാലത്ത് ഇപ്പോഴേ കാണുന്നുണ്ടല്ലോ, തെലങ്കാനയിൽ 3000 കുടുംബങ്ങളെയാണ് ഒഴിപ്പിച്ചത്. കർണാടകത്തിൽ 150 കുടുംബങ്ങളെയാണ് ഒഴിപ്പിച്ചത്. പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളെ. ഇവിടെയും ഈ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തെയാണ് ഒഴിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. അതാണ് കാര്യം. ഈ സർക്കാർ, നിലവിലെ സർക്കാർ പല കാര്യങ്ങളിലും കഴിഞ്ഞ സർക്കാർ എടുത്ത പല തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു നയപരമായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ, പാവപ്പെട്ട ജനങ്ങൾക്കെതിരായ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ അതിശക്തിയായിട്ട് ചെറുത്ത് മുമ്പോട്ടേക്ക് പോകും. അതിൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ല. ഈ ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഒരു കടന്നാക്രമവും കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെയാണ്, ഇപ്പോഴും അതന്നെയാണ്. അത് ഇതിൽ കൂട്ടി കൊടുക്കണ്ട, അത് പറഞ്ഞാണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞാണ്.